ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നോമ്പ് ആയതിന് ശേഷം പിന്നെ ഞാൻ ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല, ഷോർട്ട് വീഡിയോ മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നെസ്റ്റോൾക്ക് പർച്ചേസിങ്ങിന് വന്ന വീഡിയോസാണ്. ഷോപ്പിലുള്ളവർക്ക് നമ്മളൊരു ഇഫ്താർ പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നെസ്റ്റോറാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്കധികം ഫ്രൂട്ട്സും വെജീസും മാത്രമേ ഇവിടുന്ന് വാങ്ങിക്കേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോർക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ തന്നെ നമ്മുടെ ഷോപ്പിൽ ഇഫ്താർ പാർട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. കോളിഫ്ലവർ കണ്ടപ്പോൾ ഫെല്ലുവിന് കോളിഫ്ലവർ ഫ്രൈ ആക്കിയത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കോളിഫ്ലവർ വാങ്ങിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. അതുപോലെ കേബേജ് കണ്ടപ്പോൾ ഞാൻ ഒരു ദിവസം ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് കേബേജൊക്കെ കണ്ടപ്പോൾ വാങ്ങിക്കുകയാണ് കേട്ടോ. ഇക്കൊല്ലത്തെ നോമ്പിന് അത്ര വലിയൊരു ക്ഷീണമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിലൊക്കെ ഭയങ്കര ചൂടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ചൂടായിരിക്കും. ഇവിടെ നമുക്ക് അത്ര നോമ്പ് ഇപ്രാവശ്യം വന്നതും പോയതൊന്നും നമ്മളറിയാത്ത പോലെ കേട്ടോ. അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്കൊക്കെ നോമ്പിന് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട്, ക്ഷീണമുണ്ടോ, നോമ്പ് പെട്ടെന്ന് പോയോ, അതോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോ എന്നൊക്കെ. ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നല്ല ഉരുളക്കിഴങ്ങ് കണ്ടപ്പോൾ എടുത്തത്. ഇതിന് മുന്നേ നമ്മൾ വാങ്ങിച്ചത് തീരെ നമ്മൾ എത്ര വേവിച്ചാലും വേവാത്ത പോലെ ഇരുന്നു കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റിന് നല്ലൊരു ഉരുളക്കിഴങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അതുപോലെ യെല്ലോ കളർ വാട്ടർമെലൺ കണ്ടപ്പോൾ അതും ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ അന്നൊക്കെ ആവശ്യമായ വേണ്ട കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. പിന്നെ നമുക്കധികം ഫ്രൂട്ട്സും വെജീസും മാത്രമല്ല ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങിട്ടോ. നെസ്റ്റോന്ന് ഇറങ്ങിയ ശേഷം പിന്നീട് നമ്മൾ പോയത്, നമുക്ക് ഇവിടെ നല്ലൊരു ഫലൂദ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഫലൂദ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു കൊതി എല്ലാവർക്കും. അപ്പോൾ അന്ന് ഫലൂദ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എമ്മി എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഫലൂദ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പോൾ നോമ്പായി കഴിഞ്ഞ് നോമ്പ് തുറന്ന് കഴിഞ്ഞ് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കഴിക്കാനൊക്കെ തോന്നും. അപ്പോൾ ഇവിടെ ഈ നോമ്പിൻ്റെ ടൈമായി കാരണം നന്നായിട്ടുള്ള ഉപ്പിലിട്ടതും എല്ലാതും ഉപ്പിലിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ തലേ ദിവസം പോയിട്ട് ഇവിടെ വേറൊരു ഷോപ്പുണ്ട്, അവിടെ ഉപ്പിലിട്ടതും കുലുക്കി സർബത്തൊക്കെ കിട്ടും. അപ്പോൾ അവിടുന്ന് അത് കഴിച്ച കാരണം പിന്നെ ഇതൊന്നും കഴിച്ചില്ല. അപ്പം 3 ഫലൂദയും ഒരു സ്ട്രോബെറി സൺഡേയാണ് ഓർഡർ ചെയ്തത്. ഫെല്ലുവിന് ഫലൂദ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് സ്ട്രോബെറി സൺഡേ ഓർഡർ ചെയ്തു. പിന്നെ എപ്പോഴും നമ്മളിവിടെ നിന്ന് കഴിക്കുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കാറാണ് പതിവ്. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോവുക ചെയ്തത് കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ, നോമ്പ് തുറയുടെ ഇഫ്താർ പാർട്ടിക്കുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ കട്ട്ലേറ്റും സമൂസയും ഉള്ളിവടയും വീട്ടിലുണ്ടാക്കി കൈമാത്ത് വാങ്ങിക്കുകയും ചെയ്തത് കേട്ടോ. അങ്ങനെ സമൂസയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ സമൂസയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉള്ളിൽ ചിക്കൻ ഫില്ലിംഗ് ആണ്. അതേപോലെ തന്നെ കട്ട്ലേറ്റും ചിക്കൻ കട്ട്ലേറ്റാണ്. സമൂസയും കട്ട്ലേറ്റും എല്ലാം നമ്മുടെ ഫ്രൈ ആക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഉള്ളിവടയാണ് കേട്ടോ. ഉള്ളിവടയ്ക്ക് ഞാൻ മാവ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷോപ്പിലുള്ളവരെ എല്ലാവരും വിളിച്ചിട്ടുള്ളൊരു നോമ്പ് തരാണ് കേട്ടോ. നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളത് തന്നെയാണ്. അവർക്ക് ഒരു ഇഫ്താർ പാർട്ടി ചെയ്യാറുണ്ട്. മിക്കുള്ളൂ നമുക്ക് ഒരു എന്താ പറയുക, എല്ലാവർക്കും നമുക്കൊരു ഇഫ്താർ പാർട്ടിയൊക്കെ നടത്തുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അവരിനൊക്കെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പിന്നെ ഷോപ്പിലുള്ള അവരൊക്കെ വന്നിട്ട് നമ്മളിതാ പാക്കിംഗ് ആണ് കേട്ടോ. എല്ലാവർക്കുള്ള ഒരു പാക്ക് പോലെ ആക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബിരിയാണിയാണ് ഫുഡായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മട്ടനെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അവർ അങ്ങനെ മട്ടൻ ബിരിയാണി ആക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരിക ചെയ്തത് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 5:45, 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മളെ ഏകദേശം എല്ലാ സെറ്റിങ് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊപ്പം ഫുഡും കൊടുത്തു കേട്ടോ. മട്ടൻ ദം ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി.
പിന്നെ ഫ്രഷ് മട്ടൺ ആയ കാരണം ബിരിയാണിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊന്നും അധികം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവർ വരുന്ന സമയത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവർ വന്നിരുന്ന ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ പിന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫുഡും അങ്ങനെ ഓരോരുത്തർക്കുള്ളത് അങ്ങനെ ഓരോ പ്ലേറ്റായിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാണ്. അങ്ങനെ എല്ലാവരും വന്നിരുന്നിട്ടുണ്ട്. ഏകദേശം 6:30 ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും എത്തി ഒക്കെ സെറ്റായിട്ട് അപ്പോൾ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.